പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഈ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സബ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ്. നമ്മൾ ഫാമിലും അതേപോലെ മറ്റു ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് കാണാൻ കഴിയും. സാധാരണ വലിയൊരു പ്ലാവിലാണ് ചക്ക ഉണ്ടാവുക, വലിയ മാവിലാണ് ചക്ക ഉണ്ടാവുക. എന്നാൽ 1 മീറ്റർ ഹൈറ്റുള്ള, 1/2 മീറ്റർ ഹൈറ്റുള്ള ചെറിയ മാവിൻ തൈകളിൽ നമുക്ക് വലിയ മാങ്ങകൾ കാണാം. ഒരു ചെമ്പരത്തി ചെടിയിൽ തന്നെ വൈവിധ്യമാർന്ന കളറുള്ള ചെമ്പരത്തി പൂക്കൾ നമുക്ക് കാണാം. അതേപോലെ തന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സുകൾ നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ക്രോപ്പ് ഇംപ്രൂവ്മെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്രീഡിംഗ് ആണ്. പ്രധാനമായിട്ടും ബ്രീഡിംഗ് 3 തരത്തിലാണ് നടത്തുന്നത്. അതിലൊന്ന് ബഡ്ഡിംഗ് ആണ്, മറ്റൊന്ന് ലെയറിംഗ്, മറ്റൊന്ന് ഗ്രാഫ്റ്റിംഗ്. ഈ 3 പ്രധാനപ്പെട്ട ബഡ്ഡിംഗ് പ്രോഗ്രാമുകളാണ്, ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമുകളാണ് നമ്മൾ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇങ്ങനെയുള്ള ബഡ്ഡിംഗ് ഓർ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് മെത്തേഡുകളാണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിരിക്കുന്ന 3 മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: ബഡ്ഡിംഗ്, ലെയറിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. നമുക്കറിയാം, പലതരത്തിലുള്ള പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡ് നമ്മൾ +1 ലെവലിലെ പഠിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട മെത്തേഡുകളൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട 2 മെത്തേഡുകളുണ്ട്. യു ക്യാൻ സീ ദ സെക്ഷൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് ആൻഡ് അസെക്ഷൽ പ്രൊപ്പഗേഷൻ മെത്തേഡ്. സെക്ഷൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് പലപ്പോഴും തൈകളിൽ നിന്നാണ്, അതായത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുള്ള സീഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ചെടികളെ വളർത്തുന്നതാണ് യഥാർത്ഥത്തിൽ സെക്ഷൽ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയാം. എന്താണ് സെക്ഷൽ പ്രൊപ്പഗേഷൻ മെത്തേഡ്? entails the recombination of genetic material resulting in progeny that differ from each other and from their parents. പാരന്റ്സിൽ നിന്ന് വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള ഗുണഗണങ്ങൾ കാണുന്ന വൃക്ഷങ്ങളെയാണ്, ചെടികളെയാണ്, അങ്ങനെയുള്ള തൈകളെയാണ് നമ്മൾ സെക്ഷൽ ബ്രീഡിംഗ് മെത്തേഡ് വഴി ഉൽപ്പാദിപ്പിച്ച തൈകൾ എന്ന് പറയുന്നത്. എന്നിരുന്നാൽ അസെക്ഷൽ മെത്തേഡ് എന്ന് പറഞ്ഞാലോ, അസെക്ഷൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വീട്ടിലൊരു ചെമ്പരത്തിയുടെ തൈ നമ്മൾ നടുന്നത് ചെമ്പരത്തിയുടെ സീഡിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത തൈ അല്ലല്ലോ. നമ്മൾ അതിന്റെ ഒരു പോർഷൻ എടുത്തിട്ട്, അതിന്റെ ഒരു ഭാഗം എടുത്ത് മുറിച്ചിട്ട് നടുന്നതാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് asexual method. That is called vegetative method. Progeny are genetic copies of the parent plants. അതുകൊണ്ട് നമ്മൾ അതിനെ ഐഡന്റിക്കൽ കോപ്പി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ക്ലോൺസ് എന്ന് പറയും. ക്ലോൺ എന്ന് പറയുന്നത് they are both morphologically and reproductively the same. That is why they are called clone. ഐഡന്റിക്കൽ കോപ്പീസ് എന്നാണ് അതിന്റെ മലയാളത്തിലുള്ള, അതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള അർത്ഥം. അതായത് നമുക്കറിയാം, ഒരേ രൂപത്തിലുള്ള, സെയിം രൂപത്തിലുള്ള, പ്രത്യേകിച്ച് പുതിയ ഗുണങ്ങളൊന്നും അത് കാണിക്കില്ല. That is what is called clones. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡിൽ വളരെ പ്രധാനപ്പെട്ട 2 മെത്തേഡുകളുണ്ട്. ഒന്ന് സെക്ഷൽ മെത്തേഡും മറ്റൊന്ന് അസെക്ഷൽ മെത്തേഡുമാണ്. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ദിസ് ഈസ് ദ സിമ്പിൾ മെത്തേഡ് ദാറ്റ് വി ആർ റെഗുലർലി പ്രാക്ടീസിങ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് ആണ്. നമുക്കറിയാം, നമ്മൾ ഫാമിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, ഇത്തരം ടൂൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള വളരെ വലിയ മാജിക്കുകൾ ചെടികളിൽ അവർ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ആ മാജിക് എന്ന് നമുക്ക് നോക്കാം. അതിന് ഏറ്റവും പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഒന്ന് നമുക്കറിയാം, ബഡ്ഡിംഗ് ഓൺ ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ആണ്. ടേപ്പ് ഉണ്ട്, അത് ചുറ്റി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ദെൻ അനദർ വൺ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് നൈഫ് ഉണ്ട്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നൈഫ്. ആൻഡ് ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ആൻഡ് പേഴ്സിംഗ് ഷെയർസ്, or we can say that they are popularly called the pruning material called pruning shears. ഇതാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടൂളുകൾ. ഇതാണ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട സിക്കേച്ചർ എന്ന് പറയുന്ന ടൂൾ. ഏറ്റവും കോമൺ ആയിട്ട്, ഏറ്റവും പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ്. ദിസ് ഈസ് കോൾഡ് സിക്കേച്ചർ. നോ, നമ്മൾ പറയാൻ പോകുന്ന 3 പ്രധാനപ്പെട്ട ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ബഡ്ഡിംഗ്, ദെൻ സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഗ്രാഫ്റ്റിംഗ്. ഓക്കെ, എന്താണ് ഈ പറയുന്ന ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ് എന്ന് പറയുന്നതിന്റെ വളരെ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്താണ്? ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഗ്രാഫ്റ്റ് ആണ്, ജോയിൻ ചെയ്യുക എന്നാണ് അർത്ഥം.
joining the parts of two separate plants so that they will unite and continue to grow as a single plant. ഇപ്പൊ രണ്ട് വ്യത്യസ്ത പ്ലാന്റുകളെ ഒന്നിപ്പിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ദ ഗ്രാഫ്റ്റിംഗ് ഈസ് ആക്ച്വലി ഇറ്റ് ഈസ് എ joining method or joining of two in different material that can be used for different type of protection methods. Then what about the budding? It is a modification of grafting. ഗ്രാഫ്റ്റിംഗിന്റെ ചെറിയ ഒരു മോഡിഫിക്കേഷൻ ആണ്, വേർ ഇൻവോൾവിംഗ് ദ യൂസ് ഓഫ് എ സിയോൺ വിത്ത് ഓൺലി എ സിംഗിൾ ബഡ് അറ്റാച്ച്ഡ് ടു എ പീസ് ഓഫ് എ ബാർക്ക്. അപ്പം ഈ ബഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബഡാണ്, ദാറ്റ് ഈസ് എ സിയോൺ ഈസ് യൂസ്ഡ്. ബഡിനെ നമ്മൾ പറയുന്നത് സിയോൺ എന്നാണ്. അങ്ങനെയുള്ള ഒരു സിയോൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു പുതിയ ചെടിയെ ഉൽപ്പാദിപ്പിക്കുന്ന മെത്തേഡിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ബഡിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബഡിങ് ഗ്രാഫ്റ്റിംഗിലും അല്ലെങ്കിൽ ക്രോപ്പിംഗ് ബ്രൂമിനിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് സിയോൺ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോൾഡ് സ്റ്റോക്ക്. ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇതാണ് സിയോൺ എന്ന് പറയുന്നത്, ദിസ് ഈസ് കോൾഡ് സ്റ്റോക്ക്. The part of the union to be attached to the root stock. ഈ പാർട്ടാണ് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ അറ്റാച്ച് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ എന്ത് പറയാ, സിയോൺ എന്ന് പറയുന്നത്. എന്നാൽ സ്റ്റോക്ക് എന്ന് പറയുന്നതോ ദ പാർട്ട് ഓഫ് ദ യൂണിയൻ വിച്ച് കണ്ടെയ്ൻ ദ റൂട്ട് പോർഷൻ ഓഫ് ദ യൂണിയൻ. അതായത് ഇപ്പൊ ഇത് റൂട്ടുള്ള ഒരു പ്ലാന്റ് ആണ്, ഈ പ്ലാന്റിലോട്ടാണ് നമ്മൾ ഇത് ഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ആണ് റൂട്ട് ഉണ്ടാക്കേണ്ടത്. ആ റൂട്ട് ഉണ്ടാക്കേണ്ട പോർഷനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ ടേം സ്റ്റോക്ക് ആൻഡ് വാട്ട് ഈസ് കോൾഡ് സിയോൺ? സിയോൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു ബഡാണ്, അല്ലെങ്കിൽ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ മെറ്റീരിയലിന്റെ പേരാണ് ബഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിയോൺ എന്ന് പറയുന്നത്. ഏതിലാണോ നമ്മളത് ഫിറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗ്രാഫ്റ്റിംഗ് മെറ്റീരിയൽ ആണെന്നത് രണ്ടും ഒരേപോലെ ഇതാക്കിയിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്നു. ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബഡിങ് ഇൻവോൾവ് ജോയിനിങ് ടു ജനറ്റിക്കലി ഡിസ്റ്റിങ്ക്ട് പ്ലാന്റ് സോ ദാറ്റ് ദേ യുണൈറ്റ് ടു കണ്ടിന്യൂ ഗ്രോത്ത് ആസ് എ സിംഗിൾ പ്ലാന്റ്. അപ്പോൾ വളരെ ജനറ്റിക്കലി രണ്ട് ഡിസ്റ്റിങ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ദിസ് മെത്തേഡ് ഈസ് വെരി വെരി ക്രൂഷ്യസ് ആൻഡ് ദിസ് മെത്തേഡ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇവിടെ നമുക്ക് കാണാം പലതരത്തിലുള്ള യൂണിയൻ. ഇത് ഗ്രാഫ്റ്റിംഗ് ആണ്, ഇത് ബഡിങ് ആണ്. ഇവിടെയാണ് ഒരു ബഡ് വെച്ച് കെട്ടുന്നതാണ്. ഓക്കെ, ദെൻ സിയോൺ നമ്മൾ പറഞ്ഞു. സിയോൺ എന്താണ്, സ്റ്റോക്ക് എന്നാൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. സിയോൺ ഫോംസ് ദ ബിയറിംഗ് പാർട്ട് ആൻഡ് ഷൂട്ട് സിസ്റ്റം ഓഫ് ദ ട്രീ. ഓക്കെ, ഇത് ഈ പാർട്ടാണ് നമ്മൾ അതിലേക്ക് ഇതാക്കാൻ പോകുന്നത്. ദെൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫോം ദ ലോവർ trunk and root system of the tree. Okay, ഇവിടെ പലതരത്തിൽ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചിട്ടുണ്ട് എന്താണ് സ്റ്റോക്ക് ആൻഡ് സിയോൺ. ദിസ് ഇസ് സ്റ്റോക്ക് ആൻഡ് ദിസ് ഇസ് കോൾഡ് സിയോൺ. ഓക്കെ, ഇവിടെ നമ്മൾ സിയോണും സ്റ്റോക്കും ഒന്നിച്ചുകൊണ്ട് കിട്ടിയതാണ്. ദാറ്റ് ഇസ് കോൾഡ് ദ ബഡിങ് ടൈപ്പ് എന്ന് പറയുന്നത് കൊണ്ടാണ്. സോ ഹിയർ ഈസ് അഗൈൻ ദിസ് ഇസ് സിയോൺ ആൻഡ് ദിസ് ഇസ് സ്റ്റോക്ക്. ക്ലിയർ? അപ്പൊ സ്റ്റോക്ക് എന്താണ്, സിയോൺ എന്താണ്, ക്ലിയർ ആയല്ലോ. ഇവിടെ കാണാം പലതരത്തിലുള്ള പിക്ചറുകൾ. നൗ അപ്പൊ എപ്പോഴും നമുക്കറിയാം, നമ്മളൊരു ഇവിടെ ശാസ്ത്രീയമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സാധാരണ ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ബോട്ടണി പഠിച്ചാൽ നമുക്കറിയാം ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം നടത്തുന്നുണ്ട്. എന്താണത്? അതൊരു യൂണിയനാണ്. ഈ യൂണിയൻ ആരുമായിട്ടാണ്? കാമ്പിയൽ കോണ്ടാക്റ്റുമായിട്ടാണ്, അല്ലെങ്കിൽ വാസ്കുലർ ടിഷ്യൂസുമായിട്ടാണ് ഈ കോണ്ടാക്ട് ഉണ്ടാക്കുന്നത്. വാസ്കുലർ ടിഷ്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം അവിടെ സൈലവും ഫ്ലോയും ഒക്കെ ഫുഡിനെയും വെള്ളത്തിനെയൊക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഫുഡും വെള്ളം അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇത് വളരുമെന്ന് നമുക്കറിയാം. ആ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ സയന്റിഫിക് ആണ്, ബട്ട് നമുക്ക് നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ചുകൊണ്ട് നമുക്കറിയാം ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് ഈ പറയുന്ന വാസ്കുലർ ടിഷ്യൂസുമായിട്ട് നമ്മുടെ മെറ്റീരിയലിനെ ബന്ധിപ്പിക്കുകയാണ്. ആ ബന്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പ്ലാന്റുകൾ പുതിയ തലത്തിൽ വളരുന്നത്. സോ എന്താണ് ഈ കാമ്പിയൽ കോണ്ടാക്ട് എന്ന് പറയുന്നത്? ഈ നമ്മൾ ഈ പറയുന്ന ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. വാട്ട് ഈസ് കാമ്പിയൽ കോണ്ടാക്ട്? ഫോർ യൂണിയൻ ആൻഡ് ഗ്രോത്ത് ടു റിസൾട്ട്, the cambial surface of the siyon and stalk need to make contact with each other. Okay, for union and growth to the result, the cambial surface of the siyon and stalk need to make contact with each other. In cambium എന്ന് പറയുന്നതോ the regenerative tissue or layer of the cell located between the bark and the wood of the plant. അപ്പൊ ഇവിടെ കാമ്പിയം വളരെ ക്ലിയർ ആയി നമുക്കറിയാം, ഇത് വുഡ് പ്ലാന്റുമായിട്ട് വളരെ ക്ലിയർ കട്ട് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഈ പറയുന്ന സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും പ്രധാനപ്പെട്ട പോർഷൻ. വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഇവിടെ സൈലം കാണാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു പോർഷനിലോട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന സിയോണിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ സിയോൺ ആൻഡ് സ്റ്റോക്ക് ആർ ടു ബി ക്ലോസ്ഡ് ഈച്ച് അതർ ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഫുഡ് ന്യൂട്രിയൻസ് continuously, or in order to get the efficient nutrition supply. That is what is the most important concept is called cambial contact. അപ്പോൾ cambial contact എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കോണ്ടാക്ടിങ് സിസ്റ്റം ആണ്. ത്രൂ ദിസ് കോണ്ടാക്ട് സിസ്റ്റം we have to get the correct contact between the xylem of both siyon and stalk. Now ഇവിടെ നമുക്ക് പലതരത്തിലുള്ള പിക്ചേഴ്സ് കാണാൻ പറ്റും എന്താണ് ഗ്രാഫ്റ്റിങ്ങും ബഡിങ്ങിലും നടക്കുന്നത് എന്ന് പറയുന്നത്.
നോക്കൂ, നിങ്ങൾ ഇവിടെ ഡേ 1 നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള പ്രോസസ്. ഡേ 1 എന്ത് സംഭവിക്കുന്നു, ഡേ 15, ദെൻ ഡേ 27. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ഫാമിലൊക്കെ ഇത് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ സിസ്റ്റം വളരെ നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. സോ എന്താണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്? Grafting and budding are the most important means of propagation fruits and nuts trees for two reasons. Okay, budding and budding are the most important means of propagating fruits and nut trees for two reasons. എന്തൊക്കെയാണ് reason? ഒന്ന്, species and cultivars that cannot be propagated by cutting or layering can be propagated by budding and grafting. Species and cultivars that cannot be propagated by cutting or layering can be propagated by budding and grafting. അപ്പോൾ നമുക്കറിയാം ചിലത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ വളരെ കൂളായിട്ട് നമുക്ക് ഈ വഴിയിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ഗ്രാഫ്റ്റിംഗ് ആൻഡ് ബഡ്ഡിംഗ്. Budding and grafting allows the use of root stock with desirable characteristics that make them preferable to growing a tree on its own roots. Budding and grafting allows the use of rootstock with desirable characteristics that make them preferable to grow a tree on its own roots. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ബഡ്ഡിങ്ങിന്റെയും ഗ്രാഫ്റ്റിന്റെയും എക്സ്പ്ലനേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ്. നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞു എന്തൊക്കെയാണ് ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗിൽ പ്രധാനമായിട്ടും കാണാനുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ്. ഞാൻ പറഞ്ഞു വളരെ ചെറിയ ഒരു തയ്യൽ നമുക്ക് ഒരുപാട് മാങ്ങ ഉണ്ടായത് കാണാൻ പറ്റും. ചെറിയ ഒരു ചെടികളിൽ വ്യത്യസ്തമായ തരത്തിലുള്ള ഫ്ലവറുകൾ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? നിറച്ചും സപ്പോർട്ട് കാണാൻ കഴിയും. ഇങ്ങനെ പലതരത്തിലുള്ള ദൈനംദിനമായ ഇടപെടൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന റിസൾട്ടുകളാണ് യഥാർത്ഥത്തിൽ ബഡ്ഡിങ്ങിലും ഗ്രാഫ്റ്റിങ്ങിലും നമുക്ക് അറിയാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? ക്വിക്ക് മെത്തേഡ് ഓഫ് യൂണിഫോം പ്രൊപ്പഗേഷൻ, പ്ലാന്റ്സ് വിത്ത് സിമിലർ ക്യാരക്ടറിസ്റ്റിക് കളർ, ഫ്രൂട്ട് ആൻഡ് സുപ്പീരിയോറിറ്റി, disease resistance especially in root stock, greater ability of producer to control outcome. Then what are the important disadvantages? Higher susceptibility to epidermis. Okay, so we can say that പലതരത്തിലുള്ള എപ്പിഡമിക്സ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം എപ്പിഡമിക്സ് എന്ന് പറയുന്നതും പാൻഡമിക് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ വേൾഡ് ആണ്. നമ്മളിപ്പോ പാൻഡമിക് ഡിസീസിലാണ്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റീജിയണൽ ബേസ്ഡ് ആണ്. ദെൻ ഹറിക്കെയിൻ ടോളറൻസ് ലോവേർഡ്, പലതരത്തിലുള്ള ടോളറൻസും ഇതിനെ ഇല്ലാതാക്കും. അതായത് ഇപ്പൊ ചില സമയത്ത് ഉണ്ടാവുന്ന അഡ്വേഴ്സ് എഫക്റ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, അതേപോലെ തന്നെ സാലൈനിറ്റീസ്, പലതരത്തിലുള്ള സ്ട്രെസ്സും ഉണ്ടാവും പ്ലാന്റിൽ. അത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ അതിജീവിക്കാൻ പോലും ഇതിന് പറ്റാറില്ല. അപ്പോൾ ഹയർ സസെപ്റ്റബിലിറ്റി ടു എപ്പിഡെർമി, പലതരത്തിലുള്ള അസുഖങ്ങളെ പെട്ടെന്ന് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് ഡിസഡ്വാൻറ്റേജസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണഗണങ്ങളുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് ഈ പറയുന്ന ക്രോപ്പ് ഇംപ്രൂവ്മെന്റിലെ ബഡ്ഡിംഗ് ആൻഡ് ഗ്രാഫ്റ്റിംഗ് മെത്തേഡ്. So now we are going to discuss the detail about budding. എന്താണ് ബഡ്ഡിങ്ങിൽ നടക്കുന്നത്? It is a vegetative propagation in which a bud is inserted on the root stock. Plant is called budding. ഒരു ബഡ് റൂട്ട് സ്റ്റോക്കിലോട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ബഡ്ഡിംഗ്. ഇതാണ് ബഡ്. ഈ ബഡ് ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നു, സ്പ്രൗട്ട് ചെയ്യുന്നു. കുറെ കഴിയുമ്പോൾ ഇതിൽ വളരെ നന്നായിട്ടുള്ള ഫ്രൂട്ടുകൾ ഉണ്ടാവും. ആൾസോ നോൺ ആസ് എ ബഡ്ഡിംഗ് ഗ്രാഫ്റ്റിംഗ്. ഇത് പലപ്പോഴും പറയുന്ന ഒരു മെത്തേഡ്, ഇറ്റ്സ് പോപ്പുലർലി കോൾഡ് ബഡ് ഗ്രാഫ്റ്റിംഗ്. Bud is incorporated into the rootstock and allowed to grow further while the buds of the rootstocks are removed. Therefore, inserted bud alone to produce the shoot system. Bud is used as a scion and it should superior desired trait. ഏറ്റവും നല്ല superior ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാരെയാണ് ബഡിൽ നമ്മൾ പലപ്പോഴും സെലക്ട് ചെയ്യുന്നത്. Parent plant provide a root system for survival of scion, that is root to stock plant. അപ്പോൾ ദിസ് ഈസ് എ ബേസിക് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ബഡ്ഡിംഗ്. ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ ബഡ്ഡിങ്ങിന്റെയും ഗ്രാഫ്റ്റിംഗിന്റെയും ലെയറിംഗിന്റെയും ഇമ്പോർട്ടൻസ്. സോ വി ഹാവ് ടു ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ബഡ്ഡിംഗ് ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ.